ബെഡിലാണ് ഇപ്പോഴത്തെ ജീവിതം. നിങ്ങളില്ലെങ്കിൽ ഈ ഒരു വീടില്ല. മുന്താസിത്ത, ഞാൻ ഇവിടെ വന്നിട്ട് പോകുമ്പം ഇത്തയോടെ ഒരു കാര്യം പറഞ്ഞിട്ടായിരുന്നു പോയത്. എന്തുവായിരുന്നു? ഒരു മാറ്റം സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. നമ്മളെല്ലാം നിൽക്കുന്നു പറയുമ്പം വണ്ടിക്കൂലി പോലും നമ്മൾ ആവശ്യപ്പെടാതെ, നമ്മൾ പെട്രോൾ പോലും ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. ഇങ്ങോട്ട് വരുമ്പോഴെല്ലാം പെട്രോൾ അടിക്കും. ഞങ്ങളൊക്കെ അടിക്കാന്ന് പറഞ്ഞിട്ടും സമ്മതിച്ചില്ല. 2 പ്രാവശ്യം ഇവിടെ വന്നപ്പോഴത്തേക്കും പെട്രോൾ അടിച്ച എനിക്ക് ഈ പ്രാവശ്യം രമ്യ ചേച്ചി എനിക്ക് പെട്രോൾ അടിച്ചു തന്ന. ഇത്താടെ ജീവിതത്തിലും വലിയൊരു മാറ്റം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു. ഷാനി വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് മാറ്റം സംഭവിച്ചെന്നാൽ അവർക്ക് ബാങ്ക് അക്കൗണ്ടിൽ ഒന്നും പൈസ ഇല്ലായിരുന്നു. ഇപ്പൊ ഷാനി ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഇത്രയും സാമ്പത്തികമായിട്ട് വന്നത്. ഉടനെ ഒരു വീടൊക്കെ ഒരുങ്ങും. പറഞ്ഞ പോലെ ഈ ഒരു സ്ഥലത്ത് മുന്താസിത്തയ്ക്ക് പുതിയൊരു വീടൊരുങ്ങി. മനസ്സിലായോ? ഇല്ലേ? എന്റെ പേരെന്തുവാ? അല്ല, ചോദിക്കട്ടെ. ഈ വീഡിയോയ്ക്ക് മുമ്പിൽ വരാൻ തയ്യാറായെന്ന് പറയുമ്പം ഫിസിയോതെറാപ്പി പോലും മുടങ്ങിയ ഒരു സാഹചര്യമാണ്. ഇപ്പൊ ചെയ്യുന്നില്ല ഫിസിയോതെറാപ്പി ഒന്നും. ഹാപ്പി അല്ലേ ഇത്താ? ഹാപ്പി ആണല്ലോ. അതറിഞ്ഞാൽ മതി. ഞാനൊന്ന് ആദ്യമായിട്ട് ഞാൻ വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിലല്ല, അപ്പുറത്തെ വീട്ടിലാണ്. അന്ന് അത്രയും ബുദ്ധിമുട്ടില്ല ഇത്താ താമസിക്കുന്നത്. ഇപ്പം നല്ലൊരു വീടായി, നല്ല സൗകര്യങ്ങളായി. അതിൽ പടച്ചവനോട് ദൈവത്തോടൊക്കെ നന്ദി പറയണം. നിങ്ങളില്ലെങ്കിൽ ഈ ഒരു വീടില്ല തീർച്ചയായിട്ടും. അപ്പം അന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരുപാട് പേര് ഇത്തായെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ, ഇവരുടെ ഫാമിലി കുറച്ച് കാശ് കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തുകൊണ്ട് തന്നെ അന്നങ്ങണ്ട് 9-10 ലക്ഷം രൂപ നമുക്ക് കിട്ടി. അതുകൊണ്ട് ഇപ്പോൾ ഒരു വീട് പൂർണ്ണമായിട്ടുണ്ട്. ഇത്തായുടെ സാഹചര്യം എന്ന് പറയുമ്പം അപകടത്തിൽ ശാരീരികമായിട്ട് തളർന്നിട്ട് അങ്ങനെ ഒരു സാഹചര്യമാണ്. അപ്പോൾ അന്നൊരു വീടോ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ സ്ഥലം കാണുന്നതിൻ്റെ വിഷ്വലൊക്കെ അന്ന് ഷൂട്ട് ചെയ്തതാണ്. ഇപ്പോൾ എന്തായാലും ഇന്നൊരു വീടായി. അതിൽ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നന്ദി പറയുകയാണ് കേട്ടോ. പുതിയ വീടൊക്കെ ആയിട്ട് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ വീടൊക്കെ? പുതിയ വീടൊക്കെ ആയി സന്തോഷത്തോടെ ഇരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരുപാട് പ്രേക്ഷകരുണ്ട്, ഇത്തായെ അന്വേഷിച്ച ഒരുപാട് പ്രേക്ഷകരുണ്ട്. അവരുടെ മുമ്പിലേക്ക് ഇത്തായുടെ പുതിയൊരു അപ്ഡേറ്റ് ഞാൻ അറിയിക്കുകയാണ്. ഇത്തായ്ക്ക് അന്ന് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ട് ദൈവം സഹായിച്ച് ഇന്ന് മനോഹരമായിട്ടുള്ളൊരു വീടായി. കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. മുന്താസിത്തായുടെ സാഹചര്യം എന്താണെന്ന് എൻ്റെ പ്രേക്ഷകർക്കറിയാം. എന്നെ വിളിക്കുന്നതെന്ന് പറയുമ്പം ഇവർ രണ്ടുപേരും കൂടെ വിളിക്കുന്നത്. വിളിച്ചിട്ട് പറഞ്ഞെന്ന് പറയുമ്പം ഇത്താടെ ഈ ഒരു സാഹചര്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞു. അന്നൊരു പഴയ വീടായിരുന്നു, വീടൊന്നും ഇല്ലായിരുന്നു. അന്ന് ആ ഒരു വീഡിയോയിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് നല്ല മനസ്സുകൾ സഹായിച്ചു. ആ ഒരു നല്ല മനസ്സുകൾ സഹായിച്ചതുകൊണ്ട് തന്നെ നമുക്കിന്നൊരു വീടായി. അപ്പോൾ ആ ഒരു സന്തോഷം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് അറിയിക്കുകയാണ്. ഞാനന്ന് ഇവിടെ വരുമ്പോൾ ഇത്താടെ ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായിട്ടുള്ളൊരു സാഹചര്യമാണ്. ആ ഒരു അവസ്ഥയിലാണ് ഇത്ത കിടന്നിട്ടുള്ളത്. അന്ന് കുഞ്ഞു മോളുണ്ടായിരുന്നു, ഇക്ക ഉണ്ടായിരുന്നു. ഇപ്പോഴും അവരെല്ലാവരും കൂടെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. 3 മുറി, ഹാള്, സിറ്റ് ഔട്ട്, അങ്ങനെയൊക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ളൊരു വീട്. ഈ ഒരു സ്ഥലം കാണുമ്പോൾ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അത് മനസ്സിലായി കാണും. കാരണം അന്ന് രമ്യ ചേച്ചിയാ എന്നെ വിളിച്ചു പറയുന്നത്. രമ്യ ചേച്ചിയും ഇക്കായും അവർ രണ്ടുപേരും എൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്. ഞാൻ മാത്രം ആയതുകൊണ്ടല്ല, നമ്മളെല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് തന്നെയാണ് ഇത്തായിക്ക് ഇപ്പോൾ ഒരു വീടിലേക്ക് എത്താൻ കഴിഞ്ഞത്. വന്ന വഴി ഒരിക്കലും നമ്മൾ മറക്കാൻ പറ്റത്തില്ല. അല്ലേ? നല്ലവരായ പ്രേക്ഷകർ ഗൾഫിൽ കിടക്കുന്ന ഒത്തിരി ആൾക്കാർ സഹായിച്ചിട്ടുണ്ട് ഇവർക്ക് വേണ്ടി. അപ്പോൾ ഞങ്ങളന്ന് ഒരുപാട് കഷ്ടപ്പെട്ടു. ഒത്തിരി ആൾക്കാരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഈ ആൾക്കാരെല്ലാം സഹായിച്ചത്. അവർക്ക് അതുകൊണ്ട് സന്തോഷമുണ്ട്. നല്ലൊരു വീടായി. നമ്മൾ അന്ന് ഇടയ്ക്ക് വന്നിട്ട് ആ സ്ഥലം കാണുന്നതിന്റെ വിഷ്വലൊക്കെ എടുത്തായിരുന്നു. നമ്മൾ ലെവൽ ഇത് വെക്കാനുള്ള ലെവലാക്കുന്നതൊക്കെ ഇതുണ്ടായിരുന്നു. അന്ന് ഇതുപോലെ വേറെ ഒരു മാതൃഭൂമി അവർ ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്ന വീട്. അന്ന് എന്തോ പേപ്പർ വർക്കിന് അതുകൊണ്ട് നടന്നില്ല. പിന്നെ എന്നെ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പം നമ്മുടെ രമ്യ ചേച്ചിയാണ്. രമ്യ ചേച്ചി എന്ന് പറയുമ്പം ഇത്തായിക്ക് ഒപ്പം തന്നെ നിന്നതുകൊണ്ടാണ് ഞാൻ പോലും ഇദ്ദേഹം പോലും അറിയാനായിട്ടുള്ള കാര്യം ഉണ്ടായെന്ന് പറയുമ്പം രമ്യ ചേച്ചിയുടെ ഒരു ഇടപെടലാണ്. ഓരോ ജീവിതത്തിലും ഒരാളുടെ ഒരു പ്രസൻസ് ഉണ്ടാവും, അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊടുക്കുന്നത്. അപ്പം അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 100% നന്ദി പറയേണ്ടത് രമ്യ ചേച്ചിയോടാണ്. അത് ഞാൻ ഹൃദയത്തിൽ തൊട്ട് തന്നെ പറയാം. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ ഇരു കൈകളും നീട്ടിയാണ് അന്ന് നമുക്ക് അങ്ങാണ്ട്. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ പി ജി സുരേഷ് കുമാർ അത് തന്നെ. പുള്ളിക്കാരനെ ഏതൊരു ആവശ്യത്തിനും ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ വിളിച്ചു കഴിഞ്ഞപ്പോഴും പുള്ളിക്കാരനും എന്നെ ഏഷ്യാനെറ്റിന്റെ പൂർണ്ണമായിട്ടുള്ള ഞാൻ ആ വീഡിയോ ചെയ്തതിനു ശേഷം ഏഷ്യാനെറ്റിനെ വിളിച്ചു പറഞ്ഞു. ഏഷ്യാനെറ്റും ഇതിലിടപെട്ടു. അങ്ങനെ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയിലൂടെ എല്ലാം കൂടെ ഏകദേശം 9 ലക്ഷം രൂപ അടുത്ത് വന്നു, 10 രൂപ അടുത്ത് വന്നു. ബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത്തടെ വീട്ടുകാരും കാര്യങ്ങളോ കൂടാണ് ഈ ഒരു. ശരിയാണോ ഞാൻ പറഞ്ഞേ? കള്ളമൊന്നുമില്ല. നമ്മളെല്ലാം നിൽക്കുന്ന പറയുമ്പം വണ്ടിക്കൂലി പോലും നമ്മൾ ആവശ്യപ്പെടാതെ, നമ്മൾ പെട്രോൾ പോലും ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. ഇങ്ങോട്ട് വരുമ്പോഴെല്ലാം പെട്രോൾ അടിക്കും. ഞങ്ങളൊക്കെ അടിക്കാന്ന് പറഞ്ഞിട്ടും സമ്മതിച്ചില്ല. 2 പ്രാവശ്യം ഇവിടെ വന്നപ്പോഴത്തേക്കും പെട്രോൾ അടിച്ച
ഈ പ്രാവശ്യം രമ്യ ചേച്ചി എനിക്ക് പെട്രോൾ അടിച്ചു തന്നെ കേട്ടോ, 1000 രൂപ പെട്രോൾ അടിച്ചു തന്നു. ഞാൻ കറക്റ്റ് കൃത്യമായിട്ടുള്ള കണക്ക് പറയാം. അപ്പം അങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോഴേ അതിനൊരു പൂർണ്ണത വരുത്തുള്ളൂ. അപ്പൊ എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് വന്നപ്പോൾ കുഞ്ഞു മോളെ കാണാൻ പറ്റിയില്ല, കാരണം അവള് സ്കൂളിൽ പോയേക്കുവാണ്. അപ്പം അപ്പൊ എന്തായാലും സന്തോഷം.